ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ഫുഡ് കഴിച്ചാലും ഇച്ചിരി മധുരം കഴിക്കണമെന്ന് തോന്നാറില്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ടേസ്റ്റ് റിസെപ്റ്റേഴ്സിനെ എല്ലാത്തിനെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് ഓപ്ഷനാണ് പുളിയിഞ്ചി എന്ന് പറയുന്നത്. നമ്മുടെ ഫുഡിൽ കുറച്ച് മധുരം ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ പുളിയിഞ്ചി നല്ല ഓപ്ഷനല്ലേ? അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഞാനൊരു പുളിയിഞ്ചി ഉണ്ടാക്കിയല്ലോ. നമുക്ക് ഒരുമിച്ച് പുളിയിഞ്ചി ഉണ്ടാക്കിയാലോ? നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി, അതുപോലെ തന്നെ ഒരു 3 to 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, അതുപോലെ തന്നെ ചെറുള്ളി ആണെങ്കിൽ ഏറ്റവും നല്ലത്. ചെറുള്ളി ഇങ്ങനെ സവോളയാണ്. ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അങ്ങനെ പൊടികളായിട്ട് അരിഞ്ഞ സാധനം, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ശർക്കര 6 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. മധുരത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇദ്ദേഹം പൊടിച്ചിട്ടില്ല, പൊടിക്കാൻ പോകണേ ഉള്ളൂ. സോ ചട്ടി ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചി, സവോള, അതുപോലെ തന്നെ മുളകും കൂടെ നല്ല പോലെ ഗോൾഡൻ കളർ ആവുന്നവരെ നല്ലപോലെ ഇളക്കി വറുത്തെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തേക്കണേ. നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമുക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്യാം. നമ്മൾ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ തീ നല്ല പോലെ കുറച്ച് വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഓഫ് ആക്കിയിട്ട് പൊടി ഇട്ടോണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഞാൻ എന്തായാലും ഓഫ് ആക്കിയിട്ടാണ് പൊടി ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി പൊടി ഇടാൻ പോവാട്ടോ. നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ കായപ്പൊടി കൂടെ ആഡ് ചെയ്യണം. കായപ്പൊടി ഒരു കുറച്ച് ആഡ് ചെയ്താൽ, അത് ഒരുപാട് ചെയ്യണ്ട, കുറച്ചത് ഓപ്ഷണലാണ്. കായപ്പൊടി ഇല്ലെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ പുളി ഞാൻ വെള്ളത്തിൽ ചാലിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ഇതിനകത്തേക്ക് ഒഴിക്കാം. നമുക്ക് വീണ്ടും തിരിച്ച് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. പിന്നെ ഉപ്പൊക്കെ ഇടണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടുക. കാരണം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുളിയിൽ ഇച്ചിരി ഉപ്പ് രസം ഉണ്ടാവാറുണ്ട് പൊതുവെ. നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച ശർക്കര അതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ പ്രാവശ്യം പൊടിക്കുകയല്ല ചെയ്തേ, ഞാൻ വെള്ളത്തിൽ ചാലിച്ചെടുക്കുക ചെയ്തേ. അപ്പോൾ ഞാൻ ആ വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ്. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്, നമ്മൾ കുറുകിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ സാധനം തിക്കാവും. ഉണ്ടാക്കിയതിന് ശേഷം ഏകദേശം ഒരു 4-5 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഈ പുളിയിഞ്ചി വെച്ച് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ.